ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് നടന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാം എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കണു. കാരണം നമ്മൾ 2 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൽ പറഞ്ഞ കാര്യങ്ങളോ കൂടാതെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി നോക്കിയ ഒരാൾക്ക് നല്ല രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് മെൻറ്റ് ബൈ IFRS? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റ് ആയിരുന്നു. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? IFRSൻ്റെ അഡോപ്ഷനും കൺവേർജൻസും നോക്കാൻ പറഞ്ഞിരുന്നതാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്? എക്സ്പ്ലെയിൻ ദ ടേം റെക്കഗ്നീഷൻ ഓഫ് ഇൻകം. ഇൻകം റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പല സബ്ജക്റ്റിലും പഠിച്ചതും അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്, കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റിനെ കുറിച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് ഫോർ ഇൻവെൻട്രീസ്? ഇൻവെൻട്രീസിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ദ ടേം കണ്ടിജൻ്റ് അസറ്റ് ആൻഡ് കണ്ടിജൻ്റ് ലയബിലിറ്റീസ്. കണ്ടിജൻ്റ് അസറ്റും കണ്ടിജൻ്റ് ലയബിലിറ്റീസും എന്തൊക്കെയാണ്? വാട്ട് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്? ഏതിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് നമ്മൾ പറയുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇതെല്ലാം നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ആക്ടിവിറ്റി റേഷ്യോ? അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇത് വന്നിട്ടുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ മൊഡ്യൂളിലും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ്? റിഡംഷൻ നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ റിഡംഷൻ പ്രൊസീജിയറും എന്താണ് റിഡംഷൻ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് 15 ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 1-2 ക്വസ്റ്റ്യൻ ടഫാണെങ്കിൽ പോലും കമ്പയർ ചെയ്യുമ്പം ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അതും അല്ലെങ്കിലും നമുക്ക് ഏകദേശം ഒന്ന് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാർട്ട് ബിയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സെയിം തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട അതേ ചാപ്റ്ററിൽ നിന്ന് വന്നാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൗ വിൽ യു വാല്യൂ ദ ഇൻവെൻട്രി പെർ kg ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അതായത് ഒരു കിലോ ഇൻവെൻട്രി എങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 100 രൂപയാണ് പെർ കിലോന്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഫിക്സഡ് പ്രൊഡക്ഷൻ ചാർജ് ഒരു വർഷത്തേക്ക് നോർമൽ കപ്പാസിറ്റി 10,000 കിലോഗ്രാമിന് ₹1 lakh ആണ്. വർഷാവസാനം 2000 കിലോഗ്രാമാണ് ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ആയിട്ടുള്ളത്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. തന്നിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമ്മളോട് കാണാൻ പഠിക്കണം ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെൻട്രി എത്ര സമയം കൊണ്ടാണ് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ഇൻ സ്റ്റോക്ക്. അപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ട ഇൻവെൻട്രീനെ എന്നുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണാനാണ് പറഞ്ഞത്. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഒന്ന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, പിന്നെ ഡെറ്റേഴ്സ് ടേൺ ഓവർ. ഇത് രണ്ടും നമ്മൾ ഇന്നലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിലും പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഓപ്പണിങ്ങിൽ ഇൻവെൻട്രി ഉണ്ട്, എൻഡിങ്ങിലുള്ള ഇൻവെൻട്രി തന്നിട്ടുണ്ട്, അതായത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്, നെറ്റ് പർച്ചേസും തന്നിട്ടുണ്ട്, വേജും റവന്യൂ ഫ്രം ഓപ്പറേഷനും ക്യാരേജ് ഇൻവേർഡും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻവെൻട്രി ടേൺ ഓവർ കാണാൻ. 19ാമത്തെ പോയിന്റിൽ ഡെഫേർഡ് ടാക്സ് ഇംപ്ലിക്കേഷൻസ് ആണ്. മൂൺ ലിമിറ്റഡ് സബ്സിഡിയറി ഓഫ് ചന്ദ് ലിമിറ്റഡ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹10 lakh to parent for ₹11 lakh. All these goods are still held in inventory at the year end. 10 ലക്ഷം രൂപയുടെ ഇൻവെൻട്രി നമ്മൾ 11 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വർഷാവസാനം വരെ ഇതെല്ലാം വിറ്റുപോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് 40% ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫേർഡ് ടാക്സ് ഇംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ടാക്സ് കാൽക്കുലേഷനിൽ വരാൻ ചാൻസുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്.
പിന്നെ അരവിന്ദ് ലിമിറ്റഡ് അക്വയർഡ് ആനന്ദ് ലിമിറ്റഡ് ഓൺ April 30, 2019. പർച്ചേസ് കൺസിഡറേഷൻ 50 lakhs കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഫെയർ വാല്യൂ ടാഞ്ചിബിൾ അസറ്റിൻ്റെ 45 lakh ആണ്. കമ്പനി ഒരു ഫെയർ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇൻ പ്രോസസ് റിസർച്ച് പ്രോജക്ട്സ് ആണ് 10 lakhന്. അത് നോ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് അക്വയർഡ് പി ലിമിറ്റഡ്. ഫർദർ കോസ്റ്റ് ഇൻകേർഡ് ബൈ പി ലിമിറ്റഡ് ഇൻ റിലേഷൻ ടു ദാറ്റ് റിസർച്ച് പ്രോജക്റ്റ് ആസ് ഫോളോസ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 5 lakh ആണ് റിസർച്ച് പ്രോസസ് എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ 2 lakh ടെക്നോളജിക്കൽ ഫീസിബിലിറ്റിക്ക് വന്നിട്ടുണ്ട്. 7 lakh ഫർദർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആഫ്റ്റർ ടെക്നോളജിക്കൽ ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ് വാട്ട് എമൗണ്ട് ദ ഇൻടാഞ്ചിബിൾ അസറ്റ് ഷുഡ് ബി മെഷേർഡ് അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 ഇന്നലെ നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. അത് നന്നായിട്ട് പഠിക്കണം, അതൊന്ന് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ. അമൽ കമ്പനി ലിമിറ്റഡ് ഹാഡ് 5,008% redeemable preference shares of ₹100 each fully paid up ആണ്. ദ കമ്പനി ഡിസൈഡഡ് ടു റെഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ്. ഈ 5000 പ്രിഫറൻസ് ഷെയറും കമ്പനി പാർ വാല്യൂവിന് റെഡീം ചെയ്യാണ്. അതിന് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. അപ്പോൾ ഒരു ഷെയറിന് 10 രൂപ പ്രകാരം ഇത്രയും രൂപയ്ക്ക് ഇക്വിറ്റി ഷെയർസാണ് അവർ ഇഷ്യൂ ചെയ്ത് റെഡീം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. യു ആർ റിക്വയർഡ് ടു പാസ് ജേണൽ എൻട്രി. ഇതും ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ജേണൽ എൻട്രീസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി. കമ്പനിയിൽ ഏത് തരത്തിലാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇത്രയേ ഉള്ളൂ ഇവിടെ. 5,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അത് റെഡീം ചെയ്യുന്നത് 10 രൂപ വെച്ചിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് ആ ജേണൽ എൻട്രിയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബോറോയിങ് കോസ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 പ്രകാരം ബോറോയിങ് കോസ്റ്റ് കാണാനാണ്. അതിൽ കാറ്റിൽ ഫീൽഡ് വിച്ച് സെർവ്സ് ദ കമ്പനി മിൽക്ക് വൂൾ എക്സെട്ര ലൈവ് സ്റ്റോക്ക് ഈസ് ക്യാരിഡ്. അവിടുത്തെ ലൈവ് സ്റ്റോക്ക് ഫെയർ വാല്യൂവിനാണ് ക്യാരി ഓൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 54,40,000 ആണ്. ക്ലോസിംഗ് ഫെയർ വാല്യൂ 67,33,000 ആണ്. ഔട്ട് ഓഫ് വിച്ച് 2 lakh വർത്ത് വാസ് പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് ഓപ്പണിങ്ങും ഫെയർ വാല്യൂവും തന്നിട്ടുണ്ട്. ആ വർഷം 2 ലക്ഷത്തിൻ്റെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഫ്രഷ് ബോറോയിങ്സ് വർ ടേക്കൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ടു ബൈ ലൈവ് സ്റ്റോക്സ്. ഫ്രഷ് ബോറോയിങ്സ് നടന്നിട്ടുണ്ട് ലൈവ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ബോറോയിങ്സ് ബൈ ദ ഇയർ ആ വർഷം അവസാനിക്കുമ്പോഴേക്കും 22 lakh ആണ് ടോട്ടൽ ബോറോയിങ്സ് വന്നിരിക്കുന്നത് 12%. അപ്പോൾ നമ്മളോട് ബോറോയിങ് കോസ്റ്റ് കണക്കാക്കാനാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 പ്രകാരം ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ 38ഉം 23 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വർക്കേഴ്സ് ഓഫ് എ കമ്പനി ഫൈൽഡ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ ആക്സിഡൻറ്റ് വിച്ച് റീസെൻ്റ്ലി ടുക്ക് പ്ലേസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ കമ്പനി. വൺ ഫെല്ലോ വർക്കർ ലോസ്റ്റ് എ ഹാൻഡ് ഇൻ ദ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിൽ ഒരു ഫെല്ലോ വർക്കർക്ക് കൈ നഷ്ടപ്പെട്ടു. അപ്പോൾ കമ്പനി ആക്സെപ്റ്റഡ് ദ ഒബ്ലിഗേഷൻ. ആ ഒബ്ലിഗേഷൻ കമ്പനി ആക്സെപ്റ്റ് ചെയ്തു. ബട്ട് ദ വർക്കേഴ്സ് ഡിമാൻഡഡ് എ ഹ്യൂജ് എമൗണ്ട്. ഹെൻസ് ദ കേസ് ഹാസ് ബീൻ ഫയൽഡ് ഇൻ ദ കോർട്ട്. കോർട്ടിൽ ഈ കേസ് ഫയൽ ചെയ്തുകൊണ്ട് വർക്കേഴ്സ് അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനി ഈസ് റെഡി ടു ഗോ ടു ദ സുപ്രീം കോർട്ട് ഫോർ എക്സാക്റ്റ് കോമ്പൻസേഷൻ. അപ്പോൾ ഇതിന് വേണ്ടി എക്സാക്റ്റ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോകാൻ കമ്പനി തയ്യാറാണ്. എക്സ്പേർട്സ് റിഗാർഡിംഗ് ദ കേസ് സജസ്റ്റഡ് എ കോമ്പൻസേഷൻ ഓഫ് ₹10 lakh ടു ബി പ്രൊവൈഡഡ്. ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് പറഞ്ഞത് കോമ്പൻസേഷനായിട്ട് 10 ലക്ഷം രൂപ പ്രൊവൈഡ് ചെയ്യാൻ അവർ റെഡിയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് SE വിൽ ഡിസ്പോസ് ഓഫ് ദ കേസ് ഓവർ 6 years. അതേപോലെ തന്നെ 6 വർഷം എടുത്തിട്ടാണ് ഈ ഒരു കേസ് അവർ ഫൈനലൈസ് ചെയ്യുക സുപ്രീം കോർട്ട്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് 6% ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലേക്കുള്ള പ്രൊവിഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫായിരിക്കാം നിങ്ങൾക്ക്, കാരണം ഈ ഒരു മോഡൽ നിങ്ങൾക്ക് അത്രത്തോളം കിട്ടിയിട്ടുണ്ടായിക്കോളന്നില്ല. എനിവേ നമുക്ക് ബാക്കിയുള്ള ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെജോറിറ്റിയും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ essay ക്വസ്റ്റ്യൻ 2 എണ്ണമാണ് എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് പറഞ്ഞെങ്കിൽ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം ദ ട്രയൽ ബാലൻസ് ഓഫ് സൺ കെമിക്കൽസ് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018. നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് ഇവിടെ തന്നതെന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും അതിൽ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, ട്രയൽ ബാലൻസ് തന്നിട്ട് നമ്മളോട് ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലാകെ ക്ലോസിങ് ഇൻവെൻട്രിയാണ് തന്നിരിക്കുന്നത് 8 lakh രൂപ. അപ്പോൾ വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടില്ല. അതിൽ ഐറ്റംസ് മാത്രം എടുത്ത് നോക്കിക്കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ABC ലിമിറ്റഡിൻ്റെ അസറ്റും ലയബിലിറ്റിയുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആ വർഷം 10,000 രൂപയുടെ മെഷീൻ ഡെപ്രീസിയേഷൻ ആയിട്ടുണ്ട് 3,000 രൂപ. അത് കൊടുത്തിരിക്കുന്നത് 5,000 രൂപയ്ക്കാണ്. പ്രൊവിഷൻ എടുത്തിട്ടുണ്ട് മെഷീനറിക്ക് 25,000 ആൻഡ് 31/12 40,000 ആണ് വന്നിരിക്കുന്നത്. ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 45,000 ആണ്. സോ നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ എസ്എ 2 ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്, മീൻസ് ആ ഒരു മോഡൽ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തതിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. കറണ്ട് ലയബിലിറ്റി, റിസർവ് ആൻഡ് സർപ്ലസും, ബിൽസ് പേബിളും, ഡെറ്റേഴ്സും, കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്ററി ഫണ്ട്, റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്, ഇത്രയും ഐറ്റംസ് തന്നുകൊണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് റേഷ്യോ കാണുമ്പം ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് കറണ്ട് അസറ്റ് കിട്ടും. കാരണം കറണ്ട് റേഷ്യോ 1.75 ആണ്. 1.75 ഈക്വൽ ടു കറണ്ട് അസറ്റ് ബൈ 1 lakh കറണ്ട് ലയബിലിറ്റിയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് അവിടെ കിട്ടും. പിന്നെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ വരുമ്പോഴും കറണ്ട് അസറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസോ അല്ലെങ്കിൽ ഇൻവെൻട്രി ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കുക ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അതിൽ നിന്ന് നമുക്ക് കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും കിട്ടും. പിന്നെ ഫിക്സഡ് അസറ്റിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് വെച്ചിട്ടുള്ള ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് വേണം. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് അവിടുന്ന് അസറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഫിക്സഡ് അസറ്റ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫിക്സഡ് അസറ്റ് കിട്ടിയതിൽ നിന്ന് കറണ്ട് അസറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫിക്സഡ് അസറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിൻ്റെ ബേസിസിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ എ കമ്പനി. നമ്മൾ ലാസ്റ്റ് ഇയറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും അതിൽ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് കാണാനും കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയിക്കാനുമാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കമ്പനി ഒന്നും തന്നിട്ടില്ല, ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുകയാണ് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെസിഷൻ മേക്കിംഗ് എങ്ങനെ ഒരു കമ്പനി എടുക്കും എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അതാണ് തിയറി ക്വസ്റ്റ്യൻ. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ അവർ പ്രധാനമായിട്ടും സിലബസിൽ പറഞ്ഞ പോലെ തന്നെ അവർ 30% തിയറിയും ബാക്കി 70% പ്രോബ്ലം തന്നെയാണ് ഫോക്കസ് ചെയ്ത് പോയിരിക്കുന്നത്. ഫസ്റ്റിലത്തെ ആ ഒരു 15 ക്വസ്റ്റ്യൻ മാത്രമാണ് കറക്റ്റ് തിയറി ആയിട്ട് വന്നിട്ടുള്ളൂ. എസ്എയിൽ വരുമ്പോൾ ഒരൊറ്റ തിയറിയെ ചോദിച്ചിട്ടുള്ളൂ. മറ്റേ 5 മാർക്ക് 8 ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ചോദിച്ചതെല്ലാം മെജോറിറ്റി പ്രോബ്ലമാണ്. അവിടെ നമുക്ക് ആകെ ചോദിച്ചിരിക്കുന്ന ഒരു ഫസ്റ്റ് 16ാമത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് തിയറി ആയിട്ട് വന്നിട്ടുള്ളൂ. 16ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആകെ തിയറി ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 8 ക്വസ്റ്റ്യനിൽ 7 ക്വസ്റ്റ്യനും പ്രോബ്ലം ആയിരുന്നു. അതേപോലെ തന്നെ എസ്എയിലും ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻ. എന്താണെങ്കിലും ആ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാസ്സാവാനുള്ള ഒരു 50 to 60 വരയ്ക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ്. ഒരു ആവറേജ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി പോയവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ റേഞ്ച് വരേക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു 2-3 ക്ലാസ്സും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തതും നമ്മുടെ ക്ലാസ്സും ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്